ലാലേട്ടൻ ഇപ്പോൾ സീസൺ 7 പറഞ്ഞത് ഇതൊരു സ്പിരിച്വാലിറ്റി ബേസ്ഡ് ഗെയിമാണ്. സീസൺ 1 മുതൽ സീസൺ 7 വരെ ഉള്ളതിൽ ആരൊക്കെയാണ് കാട്ടാളൻ്റെ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് മാൻപേടകളായി മാറിയതും എന്നൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് തിരിച്ചറിയാം. ഞാൻ ഇങ്ങനെയുള്ള മാലയും വളയും സംഗതികളും എല്ലാം ഇട്ടുകൊണ്ട് പിന്നെ കിരാതയുടെ സിനിമയുടെ പ്രൊമോഷനും അതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങുന്ന സമയങ്ങളിൽ നമുക്കും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഇഫക്റ്റുകൾ അടിക്കുന്നുണ്ട്. ഇതെത്തിക്കരുത്. ഒരു സ്പിരിച്വൽ പവർ ആരിലാണോ കൂടുതലുള്ളത് ആ വ്യക്തികൾ ആ ഷോയിൽ നിന്ന് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും പുറത്തിറങ്ങിയാൽ അവരെക്കാലവും നിലനിൽക്കും. പക്ഷേ ഈ ഗൂഗിൾ പപ്പയ്ക്കും ഗൂഗിൾ മമ്മിക്കും ഇൻഫർമേഷൻ കൊടുക്കുന്നത് വേറെ പപ്പമാരും മമ്മിമാരുമാണ് അല്ലേ. ഈ യൂണിവേഴ്സൽ ഫ്ലോ ഓഫ് എനർജിയെ പലരും പറഞ്ഞ പേരാണ് ദൈവം, ഗോഡ്, GOD, ജനറേറ്റർ, ഓപ്പറേറ്റർ, ഡിസ്ട്രോയർ. ഇതാണ് സംഭവം. ജനറേറ്റർ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു, ഇതിനകത്തുള്ള ജീവജാലങ്ങളെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു, എന്നിട്ട് നമുക്ക് വേണ്ട എല്ലാ വൈവിധ്യങ്ങളും വായുവും വെള്ളവും എല്ലാം സൃഷ്ടിച്ചു തന്നു. അപ്പം അങ്ങനെയുള്ള ഈ ക്രിയേറ്റർ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി അല്ല, ഇത് പോസിറ്റീവാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, കിരാത എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് അതിന്റെ ഏറ്റവും വൈറ്റലായിട്ട് റോൾ ചെയ്തൊരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹം ഒരു ആക്ടറാണ്, ഒരു ലെക്ചറാണ്, ഒരു പബ്ലിക് സ്പീക്കറാണ് ആൻഡ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷോ ആയിട്ടുള്ള ബിഗ് ബോസിലെ ഒരു എക്സ് കണ്ടസ്റ്റന്റുമാണ്. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻ ഷാ ആൻഡ് വി ഹാവ് വിത്ത് us രജിത് കുമാർ. വെൽക്കം ടു ദി ഷോ സർ. നമസ്കാരം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ചേട്ടനുമാണ്. അതെ, അപ്പൊ ഞാൻ രജിത് ഏട്ടാന്ന് വിളിക്കാം. അതാണ് നൈസ്. ഓക്കെ, രജിത് ഏട്ടാ. ഞാൻ ഇത്രയും നേരം സാറിനാണ് വിളിച്ചോണ്ടിരുന്നത്, ബട്ട് രജിത് ഏട്ടാ. ഓക്കെ ചേട്ടാ, കിരാത ആണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം അല്ലേ. സോ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു മിസ്റ്ററി, ഒരു ത്രില്ലർ ജേണലിൽ പെടുന്ന ഒരു സാധനമാണ്. പ്ലസ് ഒരു ബ്ലാക്ക് മാജിക് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറി ലൈനും ഇതിനുണ്ട്. ഇതിനപ്പുറത്തേക്ക് എന്താണ് കിരാതയെ പറ്റി ഇപ്പോൾ സംസാരിക്കാൻ പറ്റുക? ഈ ടൈറ്റിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് തരം അർത്ഥങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് തരം പീഡനം നടക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ വേർഷൻസ് പലതാണ്. പക്ഷെ അതിൻ്റെ പുറകിൽ നമ്മൾ ചിലതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, വ്യക്തികളുടെ ജീവിത വിജയത്തിന് വേണ്ടി, വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി നമുക്ക് ബലി കൊടുക്കാം എന്ന് പറയുന്നൊരു സംഭവ സവിശേഷതകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ബലി ഇപ്പം മനുഷ്യനായാലും മൃഗത്തിനെ ആണെങ്കിൽ പോലും ആ മൃഗം പോലും ഒരു ജീവിയാണ്. അപ്പം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു കിടന്നിരുന്ന ഒരു കാലത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ടെക്നോളജിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയുന്ന വിശ്വാസത്തിൽ അന്ധമായി പോകുന്നതുകൊണ്ടാണ്. ഭക്തി നല്ലതാണ്, പക്ഷെ ഭക്തി മൂത്താൽ എന്താവും? ഭ്രാന്താവും. അപ്പോൾ ചിലർക്ക് ഈ കുറുകു വഴിയിൽ നിധി നേടിയെടുക്കാം, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ, ഇതെല്ലാം ഇതിനകത്ത് വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. പക്ഷെ അത് കൂടുതൽ പറയാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും അതിൻ്റെ ഒരു സസ്പെൻസ് സാധനം അങ്ങ് പുറത്തോട്ട് പോകും. അപ്പോൾ നിധി നേടിയെടുക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു പൂജ നടത്തിയാൽ നിങ്ങൾക്ക് ഒളിഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ പുരയിടത്തിലെ നിധി നിങ്ങൾക്ക് പൊക്കിയെടുക്കാം. അങ്ങനെ വരുമ്പോൾ കുറേ ആൾക്കാർ കിരാതന്മാരെ പോലെയാകും. കിരാതൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ, കാട്ടാളൻ എന്നുള്ളതാണ്. കാട്ടാളന്മാർ, കാട്ടാളന്മാർ അതാണ്. അപ്പോൾ അവർ ചിലപ്പോൾ പച്ചമാംസം തിന്നും, മനുഷ്യമാംസം തിന്നും. പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഏറ്റവും ടേസ്റ്റുള്ള മാംസമാണ് മനുഷ്യമാംസമാണ് അല്ലേ. അപ്പോൾ കാട്ടാളന്മാരായി മാറുന്ന, അതെന്തിനു വേണ്ടി, ഏതിനു വേണ്ടി, അതാണ് കിരാത എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ചേട്ടൻ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം എനിക്കൊന്ന് 30-ൽ പരം സിനിമ, 32 ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കിരാത 30ാമത്തെ ചിത്രം അല്ല, കിരാത എന്ന് പറയുന്നത് എൻ്റെ 12ാമത്തെ 13ാമത്തെ ചിത്രമായിരുന്നു. ഓ ശരി, അതിനുശേഷം സാർ ഓക്കെ. അപ്പോൾ കിരാത എന്ന് പറയുന്ന ഈ ചിത്രം ആളോണേ സഡൻ ഇന്നലെ എടുത്തതല്ല. ഇന്നലെകളിൽ ഈ കേരളത്തിൽ നടന്ന കുറേ വിഷയങ്ങൾ അത് സംഭവിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്തെടുത്തതാണ്. ഇത് കാണുമ്പോൾ അയ്യോ ഇതിപ്പോൾ നടന്ന സംഭവമാണല്ലോ എന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല, കുറച്ച് മുമ്പിലാണ്. അപ്പം അതിനുശേഷമാണ് ഞാൻ ബാക്കി ചെയ്തു വന്നത്. ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് താങ്കളിലേക്ക് വരുന്നത്? ഇത് ചെയ്യാമെന്ന് എടുക്കുന്ന ആ ഒരു തീരുമാനം എങ്ങനെയാണ്? അതിനെ പ്രധാനമായിട്ട് എന്താണെന്നറിയാമോ, ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ എത്രയൊക്കെ തലകുത്തിയിരുന്നാലും നമ്മൾ ഒരു മിഡിൽ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പം നമുക്കൊന്നും ഒരിക്കലും എന്താവാൻ പറ്റത്തില്ല. മമ്മൂക്കയോ ലാലേട്ടനോ സുരേഷ് ഗോപി ചേട്ടനോ ഈവൻ പൃഥ്വിരാജ്, ദിലീപ്, അതൊന്നും നമുക്കാവാൻ പറ്റത്തില്ല. എനിക്കങ്ങനെ ആഗ്രഹങ്ങളുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഈ യൂത്തിനോടൊപ്പം കൂടെ നിന്ന് എങ്ങനെ പോകാം എന്നുള്ളതാണ്. പുതിയ തലമുറയിൽ
നല്ല ചെറുപ്പക്കാരായിട്ടുള്ള പയ്യന്മാർ, പെൺകുട്ടികൾ, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഇവർ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിലെ കൗമാരപ്രായത്തിലേക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ അച്ഛനാവാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഇപ്പം നസ്ലിൻ അങ്ങനെ അവരുടെയൊക്കെ അച്ഛനെ ആ ക്യാരക്ടറൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലൂടെ മെസ്സേജുകൾ കൊടുക്കാം. അപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ ജിറ്റയും അതുപോലെ ഡയറക്ടർ റോഷനും ഈ കഥ എന്നോട് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് അവർ കണ്ടെത്തിയത് ഇത് കോളേജ് ബേസ്ഡാണ്, യൂത്തിൻ്റെ കോളേജ് ബേസ്ഡ് കഥയാണ്. അപ്പോൾ അതിനകത്ത് പ്രിൻസിപ്പൽ എന്നാണ് അവരിപ്പം നമ്മളെ കുറച്ച് ഉയർത്തി കാണിക്കുക എന്നുള്ളതുകൊണ്ടാവും ആ ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഒരു റോളാണ് തന്നത്. ഒരു സെൻട്രൽ ക്യാരക്ടറാണ്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂൾ കോളേജുകൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ അറിയാം, ഈ യുവത്വം എന്ന് പറയുന്നത് നിയന്ത്രണം വിട്ട യുവത്വമാണ് കുറച്ച് പേര്. നമ്മളെയൊക്കെ തന്ത വൈബ്, അധ്യാപകരെയൊക്കെ നിങ്ങൾ പറയുന്ന പേരെന്താ, തന്ത വൈബ്, തള്ള വൈബ്, ആ വൈബ്, ഈ വൈബ് എന്ന് പറയും. പക്ഷേ പലപ്പോഴും അധ്യാപകർ കുട്ടികളോട് ചില നോകൾ പറഞ്ഞത് അവരുടെ ഒരു വിജയത്തിനും അവർക്ക് അല്ലെങ്കിൽ കിരാതയിൽ അതിലെ കോളേജിലെ കുട്ടികൾക്ക് സംഭവിച്ച പോലെയുള്ള കുറേ സംഭവങ്ങൾ സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ടാണ്. അതാണ് ഞാൻ കിരാത കണക്ട് ചെയ്തത്. പല കോളേജുകളിൽ ഇപ്പോൾ നമുക്കറിയാം, ചില കോളേജുകളിൽ നിന്ന്, ചില സ്കൂളുകളിൽ നിന്ന്, ഇത് സ്കൂളല്ല, ഇത് കോളേജ് കുട്ടികളാണ്. ഇപ്പോൾ കോളേജുകളിൽ നിന്ന് ഗോവയ്ക്ക് പോകുന്നു, അടിച്ചു പൊളിക്കാൻ പോകുന്നു, നല്ല കാര്യമാണ്. ഗോവയിൽ പോകണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അവിടെ പോയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്മസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽ സീസൺ ആഘോഷിക്കുന്നു, നല്ലതാണ്, നോ എന്ന് പറയത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഇത്തിരി രക്തത്തിളപ്പ് കൂടിയവർ അല്ലെങ്കിൽ മറ്റ് സിന്തറ്റിക് ഡ്രഗോ സ്റ്റിക്കറോ മറ്റ് സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് നേരെ കടലിലേക്ക് ഇറങ്ങുന്നു. ഇവരിൽ എത്ര പേർ തിരിച്ചു വരും, എത്ര പേർ തിരിച്ചു വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവിടെ നമുക്ക് ഡോണ്ട് ഡു പറയേണ്ടി വരും. പക്ഷെ ആ ഡോണ്ട് ഡു പറയുന്നത് ഇന്നത്തെ ഈ പറഞ്ഞ ആവേശം മൂത്ത് നിൽക്കുന്ന, എനർജി ഓവറായി നിൽക്കുന്ന യൂത്തിൽ കുറേ പേർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ മുൻപിൽ നമ്മൾ ദുഷ്ട കഥാപാത്രങ്ങളാണ്. പാരൻസ് ദുഷ്ടരാണ്, അധ്യാപകർ ദുഷ്ടരാണ്. അതെ, അപ്പോൾ കിരാത നോക്കുമ്പോൾ കുറേ പാരൻസിനെ ദുഷ്ട കഥാപാത്രങ്ങളായി, അധ്യാപകരെ ദുഷ്ട കഥാപാത്രം. കാരണം അവരേറ്റവും നമ്മളെപ്പോഴും പഴയ ആൾക്കാർ പറയും അറിവുള്ളവരുമായി ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറയും. പക്ഷേ ഇന്നത്തെ യൂത്തിൽ കുറച്ച് പേരെന്താണ്, മൊബൈൽ പപ്പയും മൊബൈൽ മമ്മിയും ഉള്ളത് കൊണ്ട് നേരെ ഗൂഗിൾ പപ്പയും ഗൂഗിൾ മമ്മിയും അടുത്തും കാര്യങ്ങൾ ചോദിക്കും, അതങ്ങ് ചെയ്യും. പക്ഷേ ഈ ഗൂഗിൾ പപ്പയ്ക്കും ഗൂഗിൾ മമ്മിക്കും ഇൻഫർമേഷൻ കൊടുക്കുന്നത് വേറെ പപ്പമാരും മമ്മിമാരുമാണ്, അല്ലേ? അല്ലാതെ ശൂന്യാകാശം ഒന്നും കയറി വരില്ലല്ലോ. അപ്പോൾ തെറ്റായ മെസ്സേജാണ് ഗൂഗിൾ പപ്പയ്ക്ക് കൊടുത്തിരിക്കുന്നത്, മമ്മിക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് തെറ്റായ ഡൈവേർഷനിൽ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. ഇപ്പം ഗൂഗിൾ മാപ്പ് ഇട്ട് വരും, നമ്മൾ മാപ്പ് ഇട്ട് വരുന്ന ഇപ്പം നിങ്ങൾക്ക് എത്ര പേർ, കുറേ പേർക്കുണ്ടാവും. എറണാകുളം ടൗണിൽ നിങ്ങൾ ഒരു ലൊക്കേഷൻ, ഞാൻ എറണാകുളത്ത് ഇവിടെ സ്റ്റുഡിയോയിൽ ഡബ്ബിങ്ങിന് വേണ്ടി ലൊക്കേഷൻ ഇട്ട് തന്നിട്ട് ഇത് കറക്റ്റ് കൊണ്ടു ചെന്നേരാം, സൗത്ത് റെയിൽവേ സ്റ്റേഷനകത്താണ് കൊണ്ടു ചെന്നത്. അപ്പം നമുക്ക് ഇതുപോലെയുള്ള സിനിമകളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ, അധ്യാപകർ, മാതാപിതാക്കൾ, സമൂഹത്തിലെ എക്സ്പീരിയൻസ്ഡ് വ്യക്തികൾ, അവർ നമുക്ക് തരുന്ന മെസ്സേജ് കൂടെ യൂത്ത് സ്വീകരിക്കുന്നത് ഒരു ബെറ്റർ ഫ്യൂച്ചറിന് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഈ കിരാത സിനിമയുടെ അടിസ്ഥാനപരമായ ഒരു മെസ്സേജ് എന്നാണ് എൻ്റെ വിശ്വാസം, ഞാൻ മനസ്സിലാക്കിയത്. ഈ ബ്ലാക്ക് മാജിക് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അന്ധവിശ്വാസം നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഇതൊക്കെ അന്യം നിന്ന് പോയി, ഇപ്പോൾ ആരും ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ റീസെൻ്റ്ലി ഇപ്പോൾ ഒത്തിരി ന്യൂസ്, ഇപ്പോൾ പ്രത്യേകിച്ചും കഴിഞ്ഞൊരു 5-6 വർഷം എടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ പല ഭാഗത്തും ഇതുപോലുള്ള നരബലികളും അതല്ലെങ്കിൽ അന്ധവിശ്വാസം കാരണം ആൾക്കാർ വേറൊരാളെ കൊല്ലുന്ന പോലും രീതിയിൽ ഇത് വന്ന് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഇതുപോലുള്ള ഇൻസിഡൻസ് സാർ എങ്ങനെ കാണുന്നത്? ഈ പറഞ്ഞ ഇതൊക്കെ ഇപ്പോഴും കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇത് തീരുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ഇൻസിഡൻസ് തീരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരാൾ വിചാരിച്ചാലും തീരത്തില്ല. ഇത് കുറയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരാൾ വിചാരിച്ചാലും കുറയില്ല, ഇത് കൂടത്തേ ഉള്ളൂ. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു കാര്യം നേടിയെടുക്കുന്നതിന് പകരം കുറുകു വഴികളാണിതെല്ലാം, മനസ്സിലായില്ലേ? കുറുകു വഴി. അപ്പം സാധാരണ നമ്മളൊരു ക്ഷേത്രത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു, കൃത്യമായി ചെയ്യുന്നു, നമ്മൾ പോകുന്നു. നമ്മുടെ കർമ്മം നല്ലതാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഫലവത്താവുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ പുറമേ കൊണ്ട് നല്ല വ്യക്തികളെന്ന് ധരിപ്പിക്കുകയും അകം കൊണ്ട് നമ്മൾ ഉഡായിപ്പും സൂത്രവും തരികിടയും ആണ് സംഗതിയെങ്കിൽ നിന്നെ എങ്ങനെ തകർക്കാം? ഇപ്പം അലിൻ മൈൽ സ്റ്റോൺ മീഡിയയിലൂടെ കയറി വരുന്നു എന്ന് കാണുമ്പോൾ മറ്റൊരു ടീം വിചാരിക്കുകയാണ് നിനക്കെതിരെ ഒരു മുട്ട കൂടോത്രം ചെയ്യണം, നിനക്കെതിരെ മറ്റൊരു കുടം കൂടോത്രം ചെയ്യണം, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള അന്ധവിശ്വാസം ഏതൊക്കെ രീതിയിൽ ചെയ്യാം. കുറേ ചില സിനിമകളിലൊക്കെ ജയചേട്ടനൊക്കെ മുട്ട കൂടോത്രമൊക്കെ നല്ല ഗംഭീരമായിട്ട് കാണിച്ചുള്ള തേങ്ങയിൽ കൂടോത്രം ചെയ്യുക, പല പല കൂടോത്രങ്ങൾ കാണുക. അപ്പോൾ അങ്ങനെയുള്ള ഈ കൂടോത്രം സംഭവങ്ങൾ ഇതിന് ഇഫക്റ്റ് ഉണ്ട്. ഇപ്പം നേരത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസ് ഹൗസിനകത്ത് 2 തരം എനർജി ലോഡറ്റാണ്
എനർജിയാണ്, നമ്മളൊരു എനർജിയാണ്, അതറിയാലോ. അതെ അതെ നമ്മളൊരു എനർജി സോഴ്സാണ്. ഈ എനർജി നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിനെയാണ് നമ്മൾ മരിച്ചു എന്ന് പറയുക. അതെ അതെ ഈ എനർജി വിട്ടുപോകുന്നത് യൂണിവേഴ്സൽ ഫ്ലോ ഓഫ് എനർജിയുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്. ഈ യൂണിവേഴ്സൽ ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്നത് ഒരു പവർഫുൾ ക്രിയേറ്ററാണ്. ഈ യൂണിവേഴ്സൽ ഫ്ലോ ഓഫ് എനർജിയെ പലരും പറഞ്ഞ പേരാണ് പടച്ചോൻ, പരിശുദ്ധാത്മാവ്, പരബ്രഹ്മം, പരമാത്മാവ്, കർത്താവ്, യഹോവ, ദൈവം, ഗോഡ്, GOD, ഗോഡ്, ജനറേറ്റർ, ഓപ്പറേറ്റർ, ഡിസ്ട്രോയർ. ഇതാണ് സംഭവം. പക്ഷേ ഈ പറയുന്ന ജനറേറ്റർ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു, ഇതിനകത്തുള്ള ജീവജാലങ്ങളെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു, എന്നിട്ട് നമുക്ക് വേണ്ട എല്ലാ വൈവിധ്യങ്ങളും, വായുവും വെള്ളവും എല്ലാം സൃഷ്ടിച്ചു തന്നു. അപ്പം അങ്ങനെയുള്ള ഈ ക്രിയേറ്റർ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി അല്ല, അത് പോസിറ്റീവാണ്. ഇനി നമ്മൾ തന്നെ ചില ആൾക്കാരുടെ അടുത്ത് ചെന്നിരിക്കുമ്പം നമുക്കൊരു പ്രത്യേക സുഖം ഉണ്ടാവും. പഴയ അപ്പൂപ്പന്മാർ അല്ലേ, നല്ല നല്ല ഡോക്ടേഴ്സ്, നല്ല അധ്യാപകർ, നല്ല സുഹൃത്തുക്കൾ, എന്ന് വെച്ചാൽ മറ്റുള്ളവൻ്റെ നാശം കാണാൻ താല്പര്യമില്ലാത്ത വ്യക്തികളുടെ അടുത്ത് നമ്മൾ പോയിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു സുഖം ഉണ്ടാവും. ഈ സുഖമാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഞാൻ ഒരു തരികിടയാണെന്ന് വെച്ചോ, ഞാൻ ഒരു ഉഡായിപ്പാണെന്ന് വെച്ചോ, ആ ഉഡായിപ്പായ എനിക്ക് വളരെ നല്ലവനായിട്ടുള്ള മനസ്സും പ്രവൃത്തിയുമുള്ള അലിനെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെടുമെന്ന് തോന്നില്ല. അപ്പോൾ എനിക്ക് സമാനമായിട്ട് വരുന്നത് സ്വാഭാവികമായിട്ട് ആരായിരിക്കും? അതേ കാറ്റഗറിയിലുള്ള ബാക്കി ഉഡായിപ്പുകളായിരിക്കും അല്ലേ. ഈ ഉഡായിപ്പുകൾ തമ്മിൽ ചേരുമ്പോഴാണ് സംഭവം നെഗറ്റീവ് സാധനത്തിലേക്ക് പോവുക. ഇതിനകത്തേക്കായിരിക്കും ചിലപ്പോൾ ചില പെൺകുട്ടികൾ ആകർഷിക്കപ്പെടുക. മനസ്സിലായില്ലേ? അപ്പോൾ ആണിലായാലും പെണ്ണിലായാലും നന്മയുണ്ട്, തിന്മയുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ പിശാചുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ അല്ലേ. പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി. അതാ കിരാത എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോഴത്തേക്ക് ചില കുട്ടികൾ നല്ലതിന് വേണ്ടിയാണ് ടൂറ് പോകുന്നത്. നമ്മൾ ഞാൻ ഏകദേശം 26 വർഷം കോളേജിൽ ടൂർ കൊണ്ടുപോയ ആളാണ്. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, ബാംഗ്ലൂർ, ഹോഗനക്കൽ സ്ഥലങ്ങൾ. നമുക്കറിയാം ഈ ടൂറ് കൊണ്ടുപോകുമ്പം എല്ലാവരും നല്ല രീതിയിലല്ല ചിന്തിക്കുക, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഒക്കെ നമുക്കറിയാം. നമ്മൾ ഒരു പരിധിവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇതിൽ ചില പാർട്ടികൾ മൈസൂർ ചെന്നിറങ്ങുമ്പം ഇവന് നമുക്കറിഞ്ഞുകൂടാത്ത സ്ഥലത്തുനിന്ന് ഒപ്പിക്കും. ഇവൻ എങ്ങനെ ആദ്യം ഇവൻ എങ്ങനെ ഇത് മണപ്പിച്ച് അവൻ എങ്ങനെയാണ് ആ ഗോഡൗൺ കണ്ടുപിടിക്കുന്നതെന്നും എങ്ങനെയാണ് അവൻ ഈ സമാനമായ പാർട്ടിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കലോ സാധനം അല്ലെങ്കിൽ പോട്ടെ കുപ്പി വാങ്ങിക്കാൻ പോലും അവൻ അവിടെ നിന്ന് കൃത്യമായിട്ട് സംഭവം അവിടെ കണ്ടെത്തിയിരിക്കും. എല്ലാവരും അല്ല, ഒരു 2, 3, 4 പേര് എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാകും. എന്നാൽ അതേ സമയത്ത് തന്നെ അതിനകത്ത് ഒരു പിടിപ്പേർ കൊണ്ടുപോയ ബൊട്ടാണിക്കൽ ഗാർഡനും സുവോളജിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ സുവോളജിക്കൽ മ്യൂസിയവും സൂവും എല്ലാം കണ്ട് അതിൽ നിന്ന് ഇൻഫർമേഷൻ കരസ്ഥമാക്കും. ഇത് കിരാത സിനിമയും അത് തന്നെയാണ്. കുറച്ച് ടീമുകൾ, അതിനകത്ത് കുറച്ച് പേർ പോകുന്ന വഴി എന്ന് പറയുന്നത് ഗുണപരമായ പോസിറ്റീവായ ലക്ഷ്യത്തോടെ എന്താണ് ഈ സംഭവങ്ങൾ എന്നുള്ള എക്സ്പ്ലോറേഷനിലൂടെ സഞ്ചരിക്കുകയാണ്. ഇതൊരു എക്സ്പ്ലോറേഷനും കൂടെയാണ്. എന്നാൽ കുറച്ച് പേരെന്ന് പറയുന്നത് അതിന് വലിയ താല്പര്യം കാണിക്കാതെ മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. ഈ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ പടത്തിന്റെ ഇതിവൃത്തം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് മെസ്സേജ്. ഇപ്പോൾ ബിഗ് ബോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നിൽ നിന്ന് ബിഗ് ബോസിന്റെ ചോദ്യങ്ങളാണ്. പക്ഷെ ചോദിക്കാതെ തന്നെ ഞാൻ തന്നെ അങ്ങോട്ട് ഇട്ട് വരുന്നത് ബിഗ് ബോസിനകത്തുള്ള പോസിറ്റീവ് നെഗറ്റീവ് എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ലാലേട്ടൻ ഇപ്പോൾ സീസൺ 7 പറഞ്ഞത് ഇതൊരു സ്പിരിച്വാലിറ്റി ബേസ്ഡ് ഗെയിമാണ്. ആരാണോ സത്യവും ധർമ്മവും ന്യായവും നീതിയും നന്മകളിലൂടെ കളിച്ചു പോകുന്നത്, ഇതുവരെ ഞാൻ എങ്ങും പറയാത്തൊരു രഹസ്യമാണ്. ഒരു സ്പിരിച്വൽ പവർ ആരിലാണോ കൂടുതലുള്ളത്, മനസ്സിലായോ, ആ വ്യക്തികൾ ആ ഷോയിൽ നിന്ന് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും പുറത്തിറങ്ങിയാൽ അവരെക്കാലവും നിലനിൽക്കും. ഇപ്പൊ 2020 2ാമത്തെ സീസണിലാണ് ലോകം മൊത്തം ഇളക്കിയ ഞാൻ അതിനകത്ത് പ്രവർത്തിച്ചിരുന്നത്. എന്റെ കഴിവല്ല, എന്റെ കഴിവല്ല, ഒന്നും അറിഞ്ഞുകൂടാതെ നിഷ്കളങ്ക ഹൃദയത്തോടു കൂടിയായിരുന്നു ഞാൻ ആ ഷോയിലേക്ക് പോയത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ചേട്ടാ, ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രയും അധികം ആൾക്കാർ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ കിരാതയുടെ കാര്യത്തിൽ പറഞ്ഞത്. കിരാതയിലുള്ള ഈ പോസിറ്റീവ് എനർജി, കിരാതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്പിരിച്വൽ, ഡിവൈൻ ആൻഡ് ഡെവിൾ ഇഫക്റ്റുകൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ്. ഇത്ര വരെ പറയാൻ പറ്റൂ. അപ്പോൾ എന്താണ് ഡിവൈൻ, എന്താണ് ഡെവിൾ ഇഫക്റ്റുകൾ അതിനകത്തുള്ളത്, അത് കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആ ബിഗ് ബോസ് ഹൗസിനകത്ത് അത് തന്നെയാണ്. അപ്പോൾ ഡെവിൾ ഇഫക്റ്റുകൾ എന്ന് പറയുന്നത്, അപ്പം എന്തുകൊണ്ട് ഞാൻ അന്നിറങ്ങി ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കി, ലോകം മൊത്തം ഇളവി, ഈ സീസൺ മുഴുവൻ ഈ ബിഗ് ബോസ് ലോക ജനങ്ങളിലേക്ക് എത്തിച്ചു.
അതുപോലൊരു സീസൺ ഇനി ഉണ്ടാകില്ല. കൊറോണ വന്നു, സംഭവം ഇറങ്ങി, ഞാൻ എയർപോർട്ടിൽ വന്നു, 10,000 വന്നു, സ്വീകരണം വന്നു, അതെല്ലാം ഓക്കെ. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ഹൈപ്പ് മുഴുവൻ കൊറോണ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജിയുടെ അവസ്ഥകളിലൂടെ, അത് മറ്റൊരു, നമ്മൾ ഈ ബയോ വെപ്പൺ, ബയോ വാർ എന്ന് പറയും, എന്നുവെച്ചാൽ മറ്റൊരു രാജ്യം ഒരു രാജ്യത്തെ നശിപ്പിക്കാനുണ്ടാക്കുന്ന വൈറസുകളെയും രോഗാണുക്കളെയും ഒക്കെ പറയുന്ന സംഭവം. അപ്പോൾ കൊറോണ വന്നു, സംഭവം ഡൗൺ ആയിപ്പോയി. പക്ഷേ ഡൗൺ ആയി പോയെങ്കിലും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അല്ലെങ്കിൽ ആമ ഓടുന്ന കണക്ക് ഞാനിപ്പോൾ 32ാമത്തെ സിനിമയിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഏകദേശം 20ഓളം സിനിമ എൻ്റെത് റിലീസാവാനുണ്ട്, മനസ്സിലായോ? എന്നാൽ അതിന് ശേഷമുള്ള സീസണുകളിൽ പലതും നോക്കിയാൽ വളരെയധികം ബൂമിങ്ങോടുകൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുക. ഈ ബൂമിങ്ങോടുകൂടി പുറത്തേക്ക് ഇറങ്ങിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വിജയിച്ചത് എങ്ങനെയാണ്? കൂടെയുള്ള സഹമത്സരാർത്ഥികളിൽ പലരെയും കരിവാരി തേച്ചും കുറ്റം പറഞ്ഞും അനാവശ്യം പറഞ്ഞും വൃത്തികേടുകൾ പറഞ്ഞും ചതിച്ചും പറ്റിച്ചും പിന്നെ പുറത്തുള്ള PR-കൾക്ക് വേണ്ടാത്ത സന്ദേശങ്ങളെല്ലാം അകത്തു നിന്ന് കൊടുത്തുകൊണ്ട് അവരിവരെ വെച്ച് കുടുംബങ്ങളെ ആക്രമിച്ച് അങ്ങോട്ട്. ഞാൻ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിറങ്ങിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ കൂടെയുള്ള സഹമത്സരാർത്ഥികൾക്കെതിരെ സൈബർ അറ്റാക്ക് ചെയ്യരുത്, ആ സൈബർ ബുള്ളിങ് നേരത്തെ ഞാൻ വീഡിയോ ഇടുകയാണ് ചെയ്തത്. 2 വീഡിയോ എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്, രജിത് ചാനൽ. എന്നാൽ ഇപ്പോൾ പലരും അങ്ങനെയല്ല. അപ്പോൾ ഈ ഫൈറ്റ് വരികയാണ്. ഈ പറഞ്ഞ ഈവിൾ ഇഫക്റ്റ് അവിടെ നമ്മൾ നെഗറ്റീവായിട്ടാണ് ചെയ്തതെങ്കിൽ പുറത്തിറങ്ങിയ കുറച്ച് സമയത്തേക്ക് നിൽക്കൂ, അത് കഴിയുമ്പോൾ നമ്മൾ കരിഞ്ഞ് ഉണങ്ങി ഇല്ലാതായി പോകും. ഇതുകൊണ്ടാണ് പുറത്തിറങ്ങിയ പല വിജയിച്ചവർക്ക് പോലും മാർക്കറ്റില്ല, അല്ലെങ്കിൽ നല്ല ജനങ്ങളുടെ നല്ല ചിന്താശേഷിയുള്ള നല്ല മനസ്സുകളിൽ സ്ഥാനം പിടിക്കാതെ പോകുന്നതിന് കാരണം. ഇപ്പൊ മുൻ സീസണുകൾ എടുക്കുമ്പോഴത്തേക്കും ആക്ച്വലി ഗെയിം, ആ ഒരു ഹൗസിനുള്ളിൽ ഗെയിം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം അറ്റ്ലീസ്റ്റ് അവർ മുഖത്തോട് മുഖം എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു ഹായ് എങ്കിലും പറയാനുള്ള ഒരു ബന്ധം അവർ പുലർത്തിയിരുന്നു. ഇപ്പോൾ വരുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മാത്രമല്ല ഗെയിം നടക്കുന്നത്, പുറത്തും അവർ ഇറങ്ങി കഴിഞ്ഞിട്ട് പുറത്തൊരു ഗെയിം ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ ആക്ച്വലി അത് നല്ലൊരു മെസ്സേജ് ആണോ നമ്മുടെ? ഒരിക്കലും. അതാ ഞാൻ പറഞ്ഞില്ലേ, ഈ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും എന്ന് പറയുന്ന ആ സംഭവം. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾ നോക്കിയാൽ എങ്ങനെയാണ്, ഇപ്പോൾ ആ പോസ്റ്ററിൽ തന്നെ നോക്കിയാൽ ഒരു ചാനൽ പോലെ കാണാൻ പറ്റും, മധ്യത്തൊരു കടാര പോലെയുള്ള സംഭവം കാണാൻ പറ്റും. അത് ബ്ലഡിലാണ് സംഗതി നിൽക്കുന്നത്, അല്ലേ? ആ ബ്ലഡിൽ നിൽക്കുന്ന ആ ചങ്ങലയിൽ ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട് ആൾക്കാർ. അപ്പോൾ 2 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചുള്ള ലെവലിലേക്ക് ചിന്തിച്ച് പോകുമ്പോൾ ഈ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും തമ്മിലുള്ള ആക്രമണമാണ്. മുൻകാലങ്ങളിൽ അത് ക്ഷമിക്കബിളായിരുന്നു, സഹിക്കബിളായിരുന്നു. നമുക്കത് വലിയ ഹൃദയം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് തീരും. ഇപ്പോൾ സീസൺ 2, സീസൺ 3 വരെ പുറമെ ആരും ഫൈറ്റ് ചെയ്തിട്ടല്ല ജയിച്ചത്, എന്ന് വെച്ചാൽ PR വർക്കുകളില്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ അതിബുദ്ധി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിബുദ്ധിയുള്ള പുതിയ തലമുറയിലെ കുറച്ച് പേരാണ്. അവർ കയറുന്നതിന് മുമ്പ് വീഡിയോകൾ റെഡിയാക്കി വയ്ക്കുക, അവർ കയറുന്നതിന് മുമ്പ് ആൾക്കാരെ സെറ്റ് ചെയ്ത് വയ്ക്കുക, അവർ കയറുന്നതിന് മുമ്പ് പ്ലാനിങ്ങുകൾ നടത്തി വയ്ക്കുക. ചിലരകത്ത് കയറി 50 ലക്ഷം കിട്ടുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുക. ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി തന്നെ ഇല്ലാതാക്കിപ്പോയി. അപ്പോൾ നമ്മൾ ഈ മെസ്സേജുകൾ അത് നമുക്ക് നേരിട്ട് പോയി പറയാൻ പറ്റത്തില്ല. ഇതുപോലെയുള്ള സിനിമ, കിരാത പോലെയുള്ള സിനിമകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടാളൻ്റെ വേർഷൻ, ആ കാട്ടാള സ്വഭാവമാണ്. ഇപ്പോൾ സീസൺ 7 വരെ എടുത്താൽ നിങ്ങൾക്ക് കണ്ണു അടച്ച് നോക്കിയാൽ സീസൺ 1 മുതൽ സീസൺ 7 വരെ ഉള്ളതിൽ ആരൊക്കെയാണ് കാട്ടാളൻ്റെ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത്, കാട്ടാളന്മാരായ കിരാതന്മാരാരൊക്കെയാണ്, കിരാത എന്ന് പറയുന്ന സിനിമയിൽ മാച്ചിങ്ങായി വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ 2 കാറ്റഗറിയിൽ ആരൊക്കെയാണ് ബിഗ് ബോസിലൂടെ ഈ പറയുന്ന കാട്ടാളന്മാരായി മാറിയതും ആരൊക്കെയാണ് മാൻപേടകളായി മാറിയതും എന്നൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കിരാത സിനിമ കാണുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഇതിലൂടെ അടിവരയിട്ട് പറയാൻ പറ്റൂ. നമുക്ക് എവിടെയും കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. തീർച്ചയായും. കാരണം ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയാണ് കിരാത എന്ന് പറഞ്ഞ സിനിമ. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ കുറേ പേരുടെ ഇന്നർ മൈൻഡ്, അവരുടെ ചിന്ത, അവരുടെ ബുദ്ധി, അവരുടെ പ്രവൃത്തികൾ, അതാണ് ഈ പടം. പിന്നെ ഈ പടം പറയുമ്പോഴത്തേക്കും ബാഹുബലി സ്റ്റൈലിലുള്ള ഭയങ്കര ബ്രഹ്മാണ്ഡ പടമൊന്നും വിചാരിച്ച് കളയരുത്. ഇതിനകത്ത് ന്യൂ കമേഴ്സ് ആയിട്ടുള്ളവരാണ് ധാരാളം പേര്. എൻ്റെ ഡയറക്ടർ ന്യൂ കമറാണ്. പക്ഷേ ഒരു ന്യൂ കമർ എന്നുള്ളതിൻ്റെ എന്താ പറയുക, ഒരു മടിയോ സങ്കോചമോ ഒന്നുമില്ലാതെ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു. പുള്ളി ഡയറക്ടർ മാത്രമല്ല, റൈറ്ററും അതുപോലെ തന്നെ ക്യാമറമാനും എഡിറ്ററും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു സെൻസ് മൊത്തമുണ്ട്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അടുത്തൊടി ഭാസ്കർ ചേട്ടൻ പുതിയ ആളാണ്. ഇതിനകത്ത് നായകനും നായികയും എന്ന് പറയുന്ന 3 യൂത്ത് ടീമുകളാണ്. 3 ബോയ്സും 3 ഗേൾസുമായിട്ടുള്ള അവർ പുതിയ പാർട്ടികളാണ്. ഒക്കെ ചെറിയ ചെയ്തിട്ടാണ്. പക്ഷേ ലീഡ് ഇവർ ആദ്യമായിട്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് 100-ലധികം ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം നമ്മൾ കുറച്ച് പേര് മാത്രമേ, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളായിട്ട് ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും പുതിയ ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ ഒരു ന്യൂ ടീം അവർ സമൂഹത്തിനൊരു നല്ല മെസ്സേജ് കൊടുക്കുക എന്ന ആഗ്രഹത്തോടെയാണ് ഈ സ്ക്രിപ്റ്റ്
ഡെവലപ്പ് ചെയ്തും ആദ്യം സെൻസർ കൊടുത്തപ്പോഴത്തേക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് കുറച്ചൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം അത്രയ്ക്ക് ഭീകരമായ സംഗതികൾ നമ്മൾ സത്യമായി പറയുമ്പോൾ അപ്രിയങ്ങളായി മാറുവേ. അപ്പോൾ കോൺട്രവേഴ്സികൾ വരും. അപ്പോൾ അതുകൊണ്ട് അത് പലതും കട്ട് ചെയ്ത് ജനങ്ങൾ ഇത് അറിയേണ്ടതാണെന്ന ആ ഒരു ബോധവൽക്കരണ ക്ലാസ് എന്ന് പറയുന്ന പോലെ ബോധവൽക്കരണത്തിൻ്റെതായിട്ടുള്ള തലം ഇത് ജനങ്ങളിൽ എത്തണമെന്ന് സെൻസർ ബോർഡ് മനസ്സിലാക്കിയത്. റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഒരുപാട് തടസ്സങ്ങളുണ്ടായി. ഒരുപാട് കാരണം ഈവിൾ ഇഫക്റ്റും ഡിവൈൻ ഇഫക്റ്റും തമ്മിലുള്ള ഒരു മത്സരമാണ് കിരാത സിനിമയ്ക്കകത്ത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള കുറേ സ്ട്രഗിള് ചെയ്താണ് ഈ സിനിമ ജനുവരി 23-ന് തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. രഞ്ജിത്ത് നേരത്തെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ കിരാത ഈ പറഞ്ഞ നെഗറ്റീവ് എഫക്ട് ത്രൂ ഔട്ട് ദ ഷൂട്ടിംഗ് ഓഫ് ദ ഫിലിം ഈ ഒരു പ്രോസസ്സിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. പലരെയും അത് വേദനിപ്പിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ്. ഞാൻ ചോദിക്കട്ടെ, മൈൽ സ്റ്റോൺ മീഡിയയ്ക്ക് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം 150-ലധികം ഇൻ്റർവ്യൂകൾ മെയിൻ ഇൻ്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട്. 500-ലധികം ഈ തിയേറ്ററിൽ പോകുമ്പം ഉള്ള ചാനലുകൾക്കുള്ള ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഇൻ്റർവ്യൂകളിൽ ഞാൻ ഇങ്ങനെയുള്ള മാലയും വളയും സംഗതികളും എല്ലാം ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഇരുന്നിട്ടുണ്ടോ? സത്യം ബ്ലാക്ക് എനർജി ഓർ നെഗറ്റീവ് എനർജി ബേസ് എനർജി എന്ന് പറയുന്ന സാധനം കിരാതയുടെ സിനിമയുടെ പ്രൊമോഷനും അതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങുന്ന സമയങ്ങളിൽ നമുക്കും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഇഫക്റ്റുകൾ അടിക്കുന്നുണ്ട്. ഇതെത്തരുത്, ഇതെത്തിക്കരുത് എന്ന് പറയുന്ന ഏതോ ഒരു ഫോഴ്സിൻ്റേതായിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാവാം. ഇതുവരെ തലയിറക്കം ഇല്ലാത്ത വെർട്ടിഗോ ഇല്ലാത്ത എനിക്ക് കഴിഞ്ഞ ആഴ്ച വെർട്ടിഗോ പിടിച്ചു. ഇന്ന് രാവിലെ ഇതിന് ഞാൻ ഛർദ്ദിച്ച് ഭയങ്കരമായി തലകറങ്ങി. ഇപ്പോഴത്തെ വൈറ്റിലുള്ള ENT ഡോക്ടർ പ്രദീപ് സാറിനെ പോയി കണ്ട് മരുന്ന് വാങ്ങിച്ച് ഒരു എക്സസൈസും ചെയ്തിട്ടാണ് ഈ വന്നിരിക്കുന്നത്. ഞാൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മറിഞ്ഞടിച്ച് വീഴും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്ക് നല്ല സ്പിരിച്വൽ എനർജി നന്നായിട്ടുണ്ട്, എന്നിട്ട് പോലും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാധാ ആൾക്കാരുടെ കാര്യം. പക്ഷേ ഈ പറഞ്ഞ കണക്ക് സാധാ ആൾക്കാർക്ക് നെഗറ്റീവ് എനർജി ഉള്ള അത് കുറച്ച് കൂടുതലാണെങ്കിൽ അവർ നെഗറ്റീവ് എനർജിയുടെ കൂട്ടത്തിൽ ഇപ്പോൾ കുടിയന്മാരായ കുറച്ച് പേരെടുത്ത് അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? അതിൻ്റെ ഇടയിൽ ഒരു കുടിക്കാത്ത ഒരുത്തനുണ്ടെങ്കിൽ അവൻ കുറേ അസ്വസ്ഥപ്പെടും. ശരിയല്ലേ? മറ്റവന്മാരെല്ലാം കൂടെ എന്താ ചെയ്യുക? കുടിയിടാ, അത്തിരി കുടിയിടാ, നക്കി നോക്കടാ, ഒരു ചെറിയ സിപ്പ് എടുത്ത് നോക്ക് ഇല്ലേ? ഈ ലെവലിലുണ്ടാക്കും. അത് അപ്പോൾ ചുറ്റുവട്ടത്തും നെഗറ്റീവ് എനർജി കുറേ കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോസിറ്റീവ് എനർജി നല്ല പവർഫുൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയൊരു സത്യമാണ്. ഇല്ലെങ്കിൽ തൽക്കാലം ഒന്ന് പൊങ്ങും, പിന്നെ ഡമ്മന അങ്ങ് തകരും. നമ്മൾ ഈയിടയ്ക്ക് കേട്ടു ഈവൻ ബിഗ് ബോസിൽ ജയിക്കാൻ പോലും ആൾക്കാർ കൂടോത്രം ചെയ്യുന്നുണ്ട്. അതാണ് അത് ഞാൻ മനഃപൂർവ്വം പറയാത്തായിരുന്നു. ഞാനത് മനഃപൂർവ്വം പറയാത്താണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മുട്ട കൂടോത്രം, കുടത്തിൻ്റെ കൂടോത്രം, ഈ കൂടോത്രം അത് ഇതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് അത് കണക്ട് ചെയ്ത് വന്നത്. ഞാൻ വഴി ഇട്ട് തരികയായിരുന്നു. ആക്ച്വലി കൂടോത്രത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഈ കിരാത സിനിമയും ബിഗ് ബോസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഈ കിരാത അലൻ ചോദിക്കുമെങ്കിൽ അല്ല ഈ കൂടോത്രം അലൻ ചോദിക്കുമെങ്കിൽ ചോദിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് തരികയായിരുന്നു. അപ്പോൾ ഈ കൂടോത്രം കിരാതയിൽ അത് കാണിക്കുന്നുണ്ട് സംഗതി. ആ കൂടോത്രമാണ് ബിഗ് ബോസിനകത്ത് ഈ സീസണിൽ ഒരു വൈറൽ കൂടോത്രത്തിന്റെ സാധനം കണ്ടിട്ടില്ല. അതിലൊക്കെ നമുക്ക് ഒരു അതുപോലുള്ളൊരു വിജയം അല്ലാന്നുണ്ടെങ്കിൽ അതിൽ മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് ഒരു കൂടോത്രം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞില്ല, താൽക്കാലികമായി വിജയങ്ങൾ നേടാൻ വേണ്ടി നെഗറ്റീവ് എനർജികൾ കുറേ പേര് അപ്ലൈ ചെയ്യും. അതൊരു പ്രത്യേക ലെവലാണ്. അതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ ഞാൻ ഇപ്പോൾ അത് പറയാനുള്ള സമയം നമുക്ക് ഇതിനകത്തില്ല. നമുക്ക് മറ്റൊരു അവസരങ്ങളിൽ നോക്കാം. ആ ഒരു സംഗതിയിൽ അപ്പോൾ അതിനൊരു പവർ ഉണ്ടാവും. ആ പവർ ഇപ്പം നമ്മൾ രക്ഷ കെട്ടുന്നു അമ്പലത്തിൽ പൂജിച്ചു, ഇതൊരു വിശ്വാസവും കൂടാതെ ഒരു പവറും കൂടെയാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതിട്ടാൽ ഏക്കൂലേ? ഇതിട്ടാൽ എനിക്ക് ഏക്കുന്നത് കുറച്ചേ ഏക്കുന്നുള്ളൂ. ഞാൻ സ്വയം അനുഭവിക്കുന്നൊരു സാധനത്തിൻ്റെയാണ് ഇത്. മുമ്പ് എനിക്കിപ്പോൾ ഇടേണ്ട ആവശ്യമില്ല, പക്ഷെ ഇടുന്ന സംഭവം ഈ പറയുന്ന നെഗറ്റീവ് അടിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കുറേ സിംറ്റംസ് എൻ്റെ ശരീരത്തിൽ വരുമ്പോൾ ഞാനത് അറിവുള്ളവരുമായിട്ട് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് സംഗതി എന്ന് പറയും. അപ്പോൾ കൂടോത്രം ബിഗ് ബോസിലായാലും സിനിമയിലായാലും സമൂഹത്തിലായാലും കൂടോത്രം താൽക്കാലികമാണ്. പക്ഷെ ആരാണോ ചെയ്യുന്നത്, ആരാണോ ചെയ്യിപ്പിക്കുന്നത്, ആരൊക്കെയാണോ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്, ഇവർക്കെല്ലാം സർവ്വനാശങ്ങളായിരിക്കും പിന്നെ അങ്ങോട്ട് വരുന്നത്. ഇത് താൽക്കാലിക ആശ്വാസത്തിൽ കിരീടമൊക്കെ ചുമക്കാം, അല്ലെങ്കിൽ സക്സസ് ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. പക്ഷേ ആത്യന്തികമായി ഇത് പിന്നെ വിട്ടുപോകില്ല. കാരണം മറ്റ് ആൾക്കാരെ നശിപ്പിച്ചിട്ടല്ലേ ഇതുണ്ടാക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ ധർമ്മാർത്ഥ കാമം എന്ന് പറയുന്നത്. ധാർമ്മികമായി നമ്മൾ ഉണ്ടാക്കുന്ന പണം കൊണ്ടേ നമുക്ക് നല്ല ജീവിതം ഉണ്ടാവും. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ബാക്കി ചോദ്യങ്ങളുടെ ഉത്തരവെല്ലാം കിരാതയിൽ നിന്ന് നിങ്ങൾക്ക് ഗംഭീരമായിട്ട് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എല്ലാവരും കിരാത കാണുക എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ പടം ഇതുപോലെ ഒരു പടം മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് കാന്താരയാണ്. കാന്താരയിൽ ഒരുപാട് തടസ്സമാണ്. അപ്പോൾ കാന്താരയ്ക്ക് തുല്യമായി ഞാൻ കിരാത പറയില്ല. പക്ഷെ കാന്താരയിൽ എന്താണോ നിങ്ങൾ കണ്ടത് അതിൻ്റെ വേറൊരു ലെവലിലുള്ള
സംഭവമാണ് കിരാത. കാന്താരയോട് ചേർത്ത് നിർത്താൻ പറ്റും, പക്ഷേ വ്യത്യസ്തമായ അപ്രോച്ചാണ് കാര്യം. കാന്താര എടുത്ത പലർക്കും പിന്നെ പിന്നെ കുറച്ച് അവസ്ഥകൾ ഉണ്ടായെന്ന് മനസ്സിലായി. അതുപോലെയുള്ള സംഗതികളുണ്ട്. പക്ഷേ ഇതിനകത്ത് അതുപോലെയല്ല. ഇതിനകത്ത് ഫാമിലിക്കും സ്റ്റുഡൻസിനും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ഫാമിലിക്കും വേണ്ടിയാണ് ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും ഈ ഫിലിം സെറ്റാക്കിയിരിക്കുന്നതെന്ന് ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ സർ, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം. ഇപ്പോൾ നമ്മുടെയൊക്കെ സാറ് ആക്ച്വലി ബിഗ് ബോസ് വരുന്നതിന് മുന്നേയും ഇത്രയും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ പല തരത്തിലുള്ള പ്രോഗ്രാംസിനും ഡിബേറ്റ്സിനും ഒക്കെ സാറിനെ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഏതൊരു കാര്യം എടുത്താലും സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും, എഗൻസ്റ്റ് പറയുന്നവരുണ്ടാവും. അപ്പോൾ നമുക്ക് സാർ ആക്ച്വലി സുപരിചിതമായിരുന്നു. പക്ഷേ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കുറെ കൂടി ആൾക്കാരിലോട്ടൊരു അംഗീകാരം, അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഒരു സ്നേഹം. ഇപ്പൊ സാർ എന്നോട് പറഞ്ഞു ചേട്ടാ എന്ന് വിളിച്ചാൽ മതി. ഇപ്പൊ രജിത്ത് ഏട്ടൻ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന കുറെ, അതും പ്രായമുള്ള ആൾക്കാരല്ല, വളരെ യങ് ആയിട്ടുള്ള, ഇപ്പൊ ജെൻസി എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന അതുപോലുള്ള കുറെ 7-8 കുട്ടികൾ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അപ്പൊ ഞാൻ നിൽക്കുമ്പോൾ രജിത് കുമാർ തോന്നിക്കുന്നുണ്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയ ആ കാര്യത്തിൽ. അപ്പോ അങ്ങനെ ഒരു ബിഫോർ ബിഗ് ബോസ് അല്ലെങ്കിൽ ആഫ്റ്റർ ബിഗ് ബോസ് ലൈഫ് എത്രത്തോളം ചേഞ്ച് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി ലൈഫ് ഈ കാണുന്നതല്ലേ, ബിഫോർ ബിഗ് ബോസിൽ ഞാൻ നേടിയെടുത്ത സ്പിരിച്വൽ പവറിന്റെ ഗുണഫലങ്ങൾ, ആധ്യാത്മികമായ ആ ഒരു ഗുണഫലങ്ങൾ ഈ ആഫ്റ്റർ ബിഗ് ബോസിൽ ഞാൻ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു വരികയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 2-3 സീസണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ജെന്യൂൻ എന്റെ സീസൺ ഞാൻ പറയാം, സീസൺ 2 ഫുൾ ജെന്യൂൻ ആണ്, എല്ലാവരും ജെന്യൂൻ ആണ്. അതെ, ഇപ്പൊ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്ത് കുറെ വാർസ് നടക്കുന്നുണ്ട്. ഈ ആർമിക്കാരൊക്കെ അത് ഒറിജിനൽ ആണോ റിയൽ ആണോ എന്ന് നമുക്കറിയില്ല. ഇപ്പം വരുന്ന സീസണുകൾ, അതിനുശേഷം വന്ന സീസണുകളിൽ കിരാതന്മാരാണ്, കിരാതന്മാരുമാണ് കൂടുതൽ അകത്തും കൂടുതൽ പുറത്തും ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളൊരു സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് നമുക്കൊരു PR വർക്ക് വേണം. കാരണം ആൾക്കാരോട്ട് എത്തിക്കാൻ നമുക്ക് തീർച്ചയായും സിനിമയ്ക്ക് PR വേണം, എന്നാലേ ജനങ്ങൾക്ക് എത്തത്തുള്ളൂ. പക്ഷേ ബിഗ് ബോസ് പോലെയുള്ള ഷോയിൽ PR വർക്ക് എന്ന് കഴിഞ്ഞാൽ അതൊരു 50 ലക്ഷം രൂപയുടെ മത്സരമല്ലേ. ആ 50 ലക്ഷം രൂപയുടെ മത്സരത്തിന് വെളിയിൽ PR സെറ്റ് ചെയ്ത് വന്നിട്ട് ഇന്നയാൾ മറ്റേ ആളിനെ ടാർഗറ്റ് ചെയ്ത് പറയുന്നതൊക്കെ വെളിയിൽ വന്നിട്ട് വൃത്തികെട്ട രീതിയിൽ അങ്ങ് പറഞ്ഞാക്കി കഴിഞ്ഞു കഴിഞ്ഞാലോ. പക്ഷെ സിനിമയ്ക്കും ഷോകൾക്കും എല്ലാം ഈ പറഞ്ഞ സിനിമയ്ക്ക് എന്തായാലും PR വർക്ക് കൂടിയേ പറ്റത്തുള്ളൂ, എന്നാലേ ജനങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേരത്തുള്ളൂ. അപ്പോൾ അവരിത് അറിയണം. നിങ്ങൾക്ക് ഇത്രയും കാര്യം പറഞ്ഞില്ലേ, അപ്പം അത് ഈ സിനിമകളിൽ നിന്ന് കിട്ടും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഓരോ സീസൺ കഴിയുന്നതോറും ഇതിന്റെ ഒരു ജെനുവിനിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യത്തെ സീസണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കൂടുതലും പങ്കെടുക്കാൻ ഒരു അർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വിത്തൗട്ട് പേയ്മെന്റ് ആണെങ്കിൽ ഞാൻ വന്ന് എന്തെങ്കിലും ചെയ്തു തരാം, അത് അയ്യോ ഞാൻ പറയാം അങ്ങനെ വേണ്ട. സ്പിരിച്വൽ പവറും ലാലേട്ടൻ പറഞ്ഞ പോലെ നല്ല സ്പിരിച്വൽ എനർജിയുടെ കളിയാണ്. അങ്ങനെ സ്പിരിച്വൽ പവറോ എനർജി ഇല്ലെങ്കിൽ പൊട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലും പിന്നെ ലൈഫ് എങ്ങനെയാവും, ഏത് രീതിയിലാവും എന്നതുകൊണ്ട് ഞാൻ എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് ഗുണകരമായ, അതിനകത്ത് ഗുണമുണ്ട് ദോഷമുണ്ട്, അതിൻ്റെ ഗുണഫലം മനസ്സിലാക്കി ഗുണപരമായി വന്നാൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മുടെ കിരാതയുടെ ഇൻ്റർവ്യൂ ആണ് ഇവിടെ എത്ര പറഞ്ഞാലും തീരാത്തതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വൈൻഡപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സർ, പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് ലാസ്റ്റ് ആയിട്ട്? പ്രേക്ഷകർ എന്ന് പറയുന്നത് എൻ്റെ സഹോദരങ്ങളാണ്, സുഹൃത്തുക്കളാണ്. ഞാൻ ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ എത്ര വയ്യെങ്കിൽ പോലും, അസുഖം ഉണ്ടെങ്കിൽ പോലും, ഇന്ന് ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ സത്യങ്ങളാണ്, ശരികളാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതും അതുപോലെ തന്നെ ഞാൻ പറയുന്നു. കിരാത എന്ന് പറയുന്ന സിനിമയിലൂടെ എന്നെപ്പോലെയുള്ളവർക്ക്, സമൂഹത്തിലേക്കും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് മെസ്സേജുകൾ അത് ഈ സിനിമയിലൂടെ നിങ്ങൾക്കൊരു 2-2.5 മണിക്കൂറോ ഉണ്ട്, അല്ലെങ്കിൽ 2 മണിക്കൂറോ, അത്രയും സമയം അതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടും. നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് അത് ചിന്തിക്കുക, മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ബാഹുബലിയുള്ള വലിയ വമ്പൻ സാധനം നോക്കരുത്. അതിനകത്തെ മെസ്സേജ്, അതിനകത്തെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കി പോവുകയാണെങ്കിൽ ഈ കിരാത എന്ന് പറഞ്ഞ സിനിമ നിങ്ങളുടെ ലൈഫിൽ ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും സിനിമ ജനുവരി തിയേറ്ററിൽ വരികയാണ്. എല്ലാവരും ജനുവരി 23 തിയേറ്റർ റിലീസ്. മാത്രമല്ല ഒരുപാട് പേരുടെ ഒരു എഫേർട്ടാണ്, ഒരു ഹാർഡ് വർക്കാണ്. ഇപ്പോൾ ഡയറക്ടർ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒത്തിരി അധികം ന്യൂ കമേഴ്സ് അഭിനയിച്ച ഒരു വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും വിജയങ്ങൾ തന്നെ ഉണ്ടാവട്ടെ. സിനിമ വലിയൊരു ഹിറ്റിലോട്ട് തന്നെ പോട്ടെ സാർ. ഇനിയും സാറിനെ നമുക്ക് വീണ്ടും സിനിമ മാത്രമല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂകൾ കൂടാം. ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത സീസണിൽ ബിഗ് ബോസിൽ തന്നെ വിളിച്ചുകൂടാന്നില്ലല്ലോ. ഉണ്ടോ? എവിടെ വേണോ വരാം. നമ്മളിൽ നന്മയുണ്ട്, നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, ദൈവികത ഉണ്ടെങ്കിൽ ഇപ്പോൾ സിനിമാക്കാരനെ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ട്. കാരണം ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല, ചെയ്തിട്ട് കടന്നു കളയില്ല. അവർ പ്രൊമോഷൻ ഇതുപോലെ കൊടുത്ത് ലാസ്റ്റ് മൊമെൻറ്റ് വരെ നമ്മൾ കൂടെ കട്ടയ്ക്ക് നിൽക്കും. അങ്ങനെ ഒരു ആത്മാർത്ഥമായ സഹകരണം, അത് ബിഗ് ബോസിന് മുമ്പ് ഞാൻ നേടിയെടുത്ത, വേദങ്ങളിലൂടെ നേടിയെടുത്ത ആ ഒരു അറിവാണ്. തീർച്ചയായിട്ടും കിരാത വിജയത്തിന് വേണ്ടി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാണുക, മറക്കരുത്. ജനുവരി 23 നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ കിരാത റിലീസ് ചെയ്യും. കണ്ടിട്ട് പറയൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ. ലവ് യു.
താങ്ക് യു സർ. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.